ശോഭാ സുരേന്ദ്രനെ ആരോ ഭംഗിയായി പെടുത്തി. ഒരു പാർട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനകത്ത് കോൺഗ്രസിനും കൈയുണ്ട്, BJPയിലെ ചിലർക്കും കൈയുണ്ട്. പണം കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാനായിട്ട് ശോഭാ സുരേന്ദ്രൻ ഒരിക്കലും തയ്യാറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം 30 വർഷത്തിലധികമായിട്ട് അവർ ഇലക്ഷൻ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. നിശബ്ദ പ്രചരണത്തിൻ്റെ അന്ന് ഒരു പ്രചണ്ഡ പ്രചരണം നടത്താനായിട്ട് ശോഭാ സുരേന്ദ്രന് ഒരു എഫക്റ്റ് കിട്ടി എന്നുള്ളതാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് പുരോഗമിക്കുമ്പോൾ നിശബ്ദ പ്രചാരണം നടന്ന വേളയിലെ വലിയൊരു വിവാദം നമ്മളിന്ന് ചർച്ച ചെയ്യുകയാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ വോട്ടിന് വേണ്ടി പണം നൽകി എന്ന ഒരു വിവാദം. ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നയാൾ ഒരു വയോധികയ്ക്ക് പണം നൽകി എന്നുള്ളത് സംബന്ധിച്ചുള്ള വീഡിയോ ദൃശ്യങ്ങൾ സഹിതമാണ് UDF രംഗത്ത് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചോദിക്കുന്നത്, ശോഭാ സുരേന്ദ്രൻ കുടുങ്ങിയതാണോ അതോ കുടുക്കിയതാണോ? ഏതെങ്കിലും തരത്തിൽ അവരെ ബോധപൂർവം കരിവാരിത്തേക്കുവാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണോ? നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ശോഭാ സുരേന്ദ്രനെ പോലെ ഇത്രയും പരിചയസമ്പന്നയായ ഒരു പൊളിറ്റീഷ്യൻ, വെറും ഒരു പൊളിറ്റീഷ്യൻ അല്ല, ഇത്രയേറെ തിരഞ്ഞെടുപ്പുകൾ മത്സരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരാൾ ഇത്തരത്തിലൊരു കാര്യം, അതും പകൽ വെളിച്ചത്തിൽ ചെയ്തു എന്ന് പറയുമ്പോൾ ഞെട്ടലുളവാക്കുന്നത് തന്നെയാണ്. എന്ത് തോന്നുന്നു ഈ സംഭവം കേട്ടപ്പോൾ? അങ്ങേക്ക് എന്താണ് മനസ്സിലേക്ക് വന്നത്? എനിക്ക് പറയാനുള്ളത്, ശോഭാ സുരേന്ദ്രനെ ആരോ ഭംഗിയായി പെടുത്തി. ഒരു പാർട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനകത്ത് കോൺഗ്രസിനും കൈയുണ്ട്, BJPയിലെ ചിലർക്കും കൈയുണ്ട്. BJPയിലെ ചിലർക്കും കൈയുണ്ടെന്നാണ് പറയുന്നത്? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും 140 മണ്ഡലത്തിലും കാശ് കൊടുക്കാറുണ്ട്, ഒരു സംശയമില്ല. എനിക്കിത് ഭംഗിയായിട്ട് അറിയാവുന്നതാണ്. ഞാൻ ഈ താഴെത്തട്ടിലുള്ള ആൾക്കാരുമായി ബന്ധപ്പെടുന്ന ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാരുടെ എല്ലാവരുടെയും കഥകൾ നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. 19 വർഷം എനിക്ക് ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ടും പ്രിസൈഡിങ് ഓഫീസറായിട്ട് പലതവണ പോയിട്ടുള്ളതും എല്ലാം കൊണ്ടും എനിക്ക് നല്ലപോലെ അറിയാം. ഈ എല്ലാ മണ്ഡലങ്ങളിലും കാശ് കൊടുക്കൽ ഒരു പ്രക്രിയ ഉണ്ട്. അത് ഒരു വിഭാഗം അങ്ങനെയാണ്. ചിലർ നേരിട്ടങ്ങ് പറയും, ചിലപ്പോൾ 1000 വോട്ടായിരിക്കും, 2000 വോട്ടായിരിക്കും, 3000 വോട്ടായിരിക്കും. അവർ നേരിട്ട് പറയും, എനിക്ക് പൈസ തന്നേ പറ്റൂ. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ ആൾ വന്ന് പൈസ കൊടുക്കും. പക്ഷേ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്ന് സത്യം ചെയ്യിപ്പിച്ചാണ് ചെയ്യുന്നത്. ചിലരങ്ങനെയല്ല പറയുക, ചിലർ വളരെ മാന്യമായിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനാ എൻ്റെ കൂലി നാളെ മുടക്കണം? എനിക്ക് 1200 രൂപ ശമ്പളം കിട്ടും ജോലിക്ക് പോയാൽ. ആ ശമ്പളം തനിക്കിവിടെ ഒരു കറുത്ത പുള്ളി ഇടാനായിട്ട് ഞാൻ എന്തിനാണ് 1200 രൂപ കളയുന്നത്? അപ്പോൾ ചേട്ടൻ എന്ത് വേണം? എനിക്കൊരു 1500 2000 രൂപ കിട്ടിയാൽ ഞാൻ നിൽക്കാം, അല്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്യാൻ വരില്ല. വന്നാൽ എനിക്ക് തന്നെ ചെയ്യുമെന്ന് ഉറപ്പാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആളാണെന്നുള്ളതുണ്ടെങ്കിൽ പൈസ കൊണ്ടെങ്ങനെയെങ്കിലും എത്തിക്കുന്ന പരിപാടി നടക്കുന്നുണ്ട്. അത് ഇങ്ങനെ പല മുന്നണികളിലും ഉണ്ട് എന്നാണ് അങ്ങ് പറയുന്നത്. ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. ഇവിടെ കുപ്പി കൊടുക്കുമായിരുന്നു. കുപ്പി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇവിടെ ഈ ഫുള്ളും പൈൻറ്റേ ഉള്ളൂ. മറ്റേത് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമുണ്ട്, അത് തമിഴ്നാട്ടിലേ ഉള്ളൂ. നമ്മുടെ ഈ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡെറ്റോളിൻ്റെ ചെറിയ കുപ്പിയില്ലേ, അതുപോലെ ഇരിക്കും. എനിക്ക് നേരിട്ട് അറിയാവുന്നൊരു കാര്യം, ഒരിക്കൽ ഇതുപോലെ ഈ കുപ്പികൾ കൊണ്ട് കൊടുക്കുന്നതിനുള്ള പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ, വിഴിഞ്ഞത്തു നിന്നാണ് വരിക. നേരിട്ട് കൊണ്ടിറക്കില്ല. വിഴിഞ്ഞത്തു നിന്ന് 2-3 വള്ളത്തിൽ വരും. എന്നിട്ട് അത് വലയെ ഉൾപ്പെടെ മൂടി അവിടെ വെച്ചേക്കും. ആവശ്യക്കാർ വന്ന്, ഇത് പറയുന്ന ആൾക്കാർ വന്ന് ഓരോന്നും മേടിച്ചുകൊണ്ട് പോയി കഴിക്കും. എന്നിട്ട് പോയി വോട്ട് ചെയ്യും. കഴിച്ചാലേ ചിലർക്ക് വോട്ട് ചെയ്യാൻ തോന്നുള്ളൂ. അല്ല, അപ്പോൾ ഈ പകൽ വെളിച്ചത്തിലാണ് നടക്കുന്നത്? അത് വോട്ടിംഗ് ദിവസമാണ് നടക്കുന്നത്. വെളുപ്പാങ്കാലത്തും വോട്ടിംഗ് ദിവസം രാവിലെയൊക്കെയാണ് ഇത് നടക്കുക. തലേ ദിവസം ഇതെല്ലാം എത്തിക്കും. പക്ഷേ ഇത് ഇപ്പം തന്നെ പൊതുജനങ്ങൾ കാണുന്ന തരത്തിലായിരിക്കില്ല അല്ലേ? വേറെ അല്ല, അത് വളരെ ഇത്തരം അറിയാവുന്നവർക്കൊക്കെ അറിയാം. ചിലർക്ക് പിന്നെ ഈ ഇത്തരം ഏരിയ, ചില കോളനികൾ കേന്ദ്രീകരിച്ച്, ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ സ്ഥിരമായി നടത്തുന്നുണ്ട്. ഇത് ഒരു ശീലമാക്കിയവർ തന്നെയുണ്ട്. ഇലക്ഷൻ വന്നാൽ ഈ ഒരു പ്രക്രിയ ഇല്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്യാൻ പോവില്ല എന്ന് ശീലമാക്കിയവരുണ്ട്. അതുകൊണ്ട് ഇതൊരു പുതുമയൊന്നുമല്ല, ഇത് കേരളത്തിലുള്ളതാണ്. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം, എല്ലാ പിന്നെ മാധ്യമങ്ങൾക്കും അറിയാം ഇതൊക്കെ ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ പോയി പല രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്നെ പ്രവർത്തകരുടെ പലരുടെയും വീടുകൾ നോക്കണം. എക്സൈസ് വകുപ്പ് ഇറങ്ങിയാൽ റെയ്ഡ് ചെയ്ത് പിടിക്കാമെന്നുള്ളതിൽ എത്രയോ കുപ്പി കേസുകൾ പിടിക്കാമെന്നറിയാമോ? പക്ഷേ ആരും പിടിക്കില്ല. പിടിച്ചാൽ അവർക്കാണ്. സാറ് പറഞ്ഞു വരുന്നത് പാലക്കാട് നടന്ന സംഭവത്തെക്കുറിച്ച് എന്താണ്? പാലക്കാട് നടന്ന സംഭവം തീർച്ചയായിട്ടും പിന്നെ അതൊരു കളി നടന്നിട്ടുണ്ട്. അതായത് പണം കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാനായിട്ട് ശോഭാ സുരേന്ദ്രൻ ഒരിക്കലും തയ്യാറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം 30 വർഷത്തിലധികമായിട്ട് അവർ ഇലക്ഷൻ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. 10 ഇലക്ഷനിൽ, ചെറിയ ഇലക്ഷനൊന്നുമല്ല, ഭഗീരഥ പ്രയത്നം ചെയ്യുന്ന ഇലക്ഷനിൽ അവർ പങ്കാളിയായിട്ടുള്ളതാണ്.
എല്ലായിടത്തും എല്ലാത്തരം അടവുകളും നടത്തുന്നത് അവർ കണ്ടിട്ടുണ്ട്, അവർ നടത്തിയിട്ടുണ്ടാവും, അവർക്ക് അറിയുകയും ചെയ്യാം. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ ഇത് ഒന്നാമത്തെ പ്രാവശ്യമല്ല. ആദ്യത്തെ തവണ വടക്കന്തറയിൽ സിന്ധു ജോയ് എന്ന് പറഞ്ഞ അവരുടെ ഒരു കൗൺസിലർ തന്നെ UDFൻ്റെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ തടുക്കുകയാണ്. ഇത് ഞങ്ങളുടെ കോട്ടയാണ്, ഇങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞു. പത്രമാധ്യമങ്ങളും TV ഒക്കെ നിൽക്കുന്നിടത്താണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നെഗറ്റീവ് ഇമേജ് ഉണ്ടാവും. അത് ആർക്കാണ് ഗുണം ചെയ്യുക ദോഷം ചെയ്യുക എന്ന് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അതൊരു വിധത്തിൽ അവരെന്ന് അത് അമ്മമാരാണ്, മറ്റേ പിന്നെ സ്ത്രീകൾക്ക് പീഡനം ഉണ്ടായതിനെ കുറിച്ചാണെന്നൊക്കെ പറഞ്ഞ് അവരതിനെ ഐസാക്കാൻ നോക്കി. അല്ല സാർ, ഈ പ്രവർത്തനത്തിൽ തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രന് വേണ്ടി അടിത്തട്ടിൽ വർക്ക് ചെയ്യാൻ അവിടുത്തെ BJP പ്രവർത്തകർ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇല്ല, അവരെല്ലാം മലമ്പുഴയിലേക്ക് പോയിരിക്കുകയാണ് എന്നുള്ള ഒരു ശ്രുതി ഉണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് ശോഭാ സുരേന്ദ്രൻ വിളിച്ചിറക്കി കൊണ്ടുവരേണ്ട അവസ്ഥ വരെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്നത് ഇഷ്ടപ്പെടാത്ത BJPക്കാരുണ്ട് എന്നാണോ അങ്ങ് സൂചിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പൈസ കൊടുക്കുന്ന ഒരു ഇതുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ സാധാരണ ഇതിൽ എല്ലാ പാർട്ടികളും ഇങ്ങനെ ഡിസ്കസ് ചെയ്താണ് ചെയ്യുന്നത്. എത്ര പേരുണ്ട് അങ്ങനത്തത്, അവർക്ക് എങ്ങനെ കൊടുക്കണം, ഇതെല്ലാം തീരുമാനിച്ച് സാധാരണയിൽ സ്ലിപ്പ് കൊടുക്കുന്ന സന്ദർഭം രാവിലെ കൊണ്ടുവന്ന് സ്ലിപ്പ് അല്ലെങ്കിൽ തലേദിവസം കൊണ്ടുവന്ന് സ്ലിപ്പ് കൊടുക്കുമല്ലോ. ആ തലേദിവസം സ്ലിപ്പ് പിന്നെ ശബ്ദ പ്രചരണത്തിൻ്റെ അന്ന് സ്ലിപ്പ് കൊടുക്കുമ്പോൾ അതിനകത്ത് പിന്നെ സ്ഥാനാർത്ഥിയുടെ പടമുള്ള നോട്ടീസ് വെച്ചിട്ടുണ്ട്, അതിനകത്തൂടെ വെച്ചൊക്കെയാണ് പലരും കൊടുക്കാറ്. ഇത് ഒറ്റയ്ക്ക് പോയി കൊടുക്കുകയില്ല, സ്ഥാനാർത്ഥി ഒരിക്കലും പോവുകയില്ല. ഇത് അവരുടെ ആൾക്കാർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല, ഇത് UDF പുറത്തുവിട്ട ദൃശ്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീ പോകുന്നു, അല്ല എന്നാലും അവിടെ വന്നല്ലോ, പോകുന്നു. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ആൾ പറയുന്നുണ്ട്, പോകുന്നുണ്ട്, പൈസ കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. അല്ല, പൈസ കൊടുക്കുന്നതൊന്നും കണ്ടിട്ടില്ല. പിന്നെ ആ വല്യമ്മയുടെ കയ്യിൽ പൈസ ഇരിക്കുന്നതേ കണ്ടിട്ടുള്ളൂ. പൈസ കൊടുക്കുന്നതൊന്നും ആരും കണ്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു സീൻ എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേ അവർ വാഹനത്തിൽ വരുമ്പോൾ ഒരു വാഹനം പുറകെ വരികയാണ്. ആ വാഹനം എങ്ങനെ പുറകെ വരും? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മളാരെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരോ നമ്മളാരെങ്കിലോ ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെ കടന്നു പോയാൽ ഉടൻ തന്നെ കാറും എടുത്ത് മൊബൈലും കൊണ്ട് പോകില്ലല്ലോ. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വേണ്ടേ? ഇയാളുടെ പുറകെ നടന്ന് അവിടെ പോയി പിടിച്ചാൽ എന്തെങ്കിലും സാധനം കിട്ടും എന്നൊരു അറിവ് വേണമല്ലോ. അപ്പോൾ ആ അറിവ് വെച്ച് കാർ ഉൾപ്പെടെ വെച്ച് തയ്യാറായി നിൽക്കുകയാണ്. എങ്കിലല്ലേ ഒരാളുടെ ഇന്നോവ കാറിലാണ് പോകുന്നത്, അതുപോലെ പുറകെ പോയി പിടിക്കണ്ടേ? അപ്പോൾ പുറകെ എത്തി, അവരെത്തുമ്പോൾ തന്നെ അവിടെ എത്തി, അതിൻ്റെ തൊട്ട് പുറകെ എത്തി ഇത് പിടിക്കണമെങ്കിൽ തന്നെ അതിന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിരിക്കും. ആ ഇൻഫർമേഷൻ എങ്ങനെ പോയി? ഞാനിത് നടന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്, നടന്നില്ല എന്ന് പറയുന്ന അർത്ഥത്തിലല്ല പറയുന്നത്. നടന്നു എന്ന് തന്നെ വിചാരിക്കുക. ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ ഒരു പ്രവൃത്തി നടത്തിയെന്ന് തന്നെ, അങ്ങനെ ഒരു ഫൂളിഷ്നെസ് അവർ കാണിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും ഞാൻ പറയുന്നത് അത് നടത്തിയെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെയാണ് ചെയ്യുക. അത് മാത്രമല്ല, ഒരു വോട്ടിന് വേണ്ടിയിട്ട് 4000 രൂപ മുടക്കി പാലക്കാട് നിന്ന് കണ്ണാടി പഞ്ചായത്ത് വരെ ഒരു കാൻഡിഡേറ്റ്, അതും തലേ ദിവസം നിൽക്കക്കളിയില്ലാതെ നിൽക്കുന്ന സമയത്ത്, ഒരു മിനിറ്റ് കളയാനില്ലാത്ത സമയത്ത് വന്ന് ചെയ്യൂ. ഇതൊക്കെ ഒരുപാട് ദുരൂഹതകൾ അതിനകത്തുണ്ട്. ഇതിനകത്ത് ഒരൊറ്റ കാര്യമാണ്, ഇത് ചിലപ്പം ചില സ്ഥലങ്ങളിലൊക്കെ പൈസ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നിരിക്കാം. അപ്പോൾ ചിലർക്ക് കൊടുക്കുന്നത് അസുഖം ബാധിച്ചവർക്കായിരിക്കാം, ചിലരുടെ വിവാഹത്തിൻ്റെ ചില ബുദ്ധിമുട്ടുള്ളിടത്ത് ചിലർക്ക് കൊണ്ട് കൊടുക്കുന്നത് നമുക്കറിയാം, ചിലർ കടം കയറി നിൽക്കുന്നിടത്ത് ചിലർ പൈസ കൊടുത്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതെല്ലാം ഈ നാട്ടിൽ പല വിധത്തിൽ നടക്കാറുണ്ട്. ഇതെല്ലാം സ്ഥാനാർത്ഥിക്ക് ചിലർ പ്രഷറുകൾ വരും. എന്നെ ആളിനെ കണ്ടേ പറ്റുള്ളൂ, അത് നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടപ്പെട്ട ആളാണ്, അവർ ഗതികെട്ട് നിൽക്കുകയാണ്, ഇപ്പോൾ പിന്നെ ക്യാൻസറുണ്ട്, അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ വീട് ഇടിഞ്ഞു വീഴാറായി, അല്ലെങ്കിൽ കല്യാണം നടക്കാൻ പോകുന്നു, അവർക്ക് പൈസയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല ആനുകൂല്യങ്ങൾക്കായിട്ട് സ്ഥാനാർത്ഥികൾ പൈസ കൊടുക്കാറുണ്ടാവും, ഉണ്ട്. ആ സന്ദർഭങ്ങളിൽ അവരത് വളരെ ഗോപ്യമായിട്ടാണ് ചെയ്യുക. അല്ലാതെ ഈ ഇലക്ഷൻ്റെ തലേദിവസം ഇങ്ങനെ പോയൊരു സാധനം കാണിക്കുന്ന പ്രശ്നമേ ഉണ്ടാവില്ല. ഇത് ബോധപൂർവം ആരോ കൊടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ഡിസൈഡ് ചെയ്തത്, ഇതൊക്കെ തലേദിവസം ഡിസൈഡ് ചെയ്യുമല്ലോ, ഒരു കാൻഡിഡേറ്റ് എന്താണ് നാളെ ചെയ്യേണ്ടതെന്നുള്ളത് ഒരിടത്തിരുന്ന് ഡിസൈഡ് ചെയ്യും. ആ ഡിസൈഡ് ചെയ്യുന്നിടത്ത് 8 10 പ്രവർത്തകർ കാണും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകൾ കാണും. അതിലൊരാൾ ചിലപ്പോൾ ലീക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ സംഭവം വരുന്നത്. നമ്മുടെ ചാരപ്രവൃത്തി പോലെ ഓരോ രാജ്യത്തിൻ്റെ ചാരന്മാർ, അതെ, അതായത് ഇറാനിൽ ഇസ്രായേലിൻ്റെ ചാരന്മാർ ഉള്ളതുപോലെ ഇങ്ങനെ ഓരോരുത്തരെ നിയോഗിച്ചിട്ടുണ്ടാകും. ഇതാണോ പറയുന്നത്? അതെ, അതിങ്ങനെ ഈ ആൾ ജയിക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരു ചിലപ്പോൾ അതിനകത്ത് കാണും. കാരണം എങ്കിൽ എനിക്ക് ഇനി ഭാവി നഷ്ടപ്പെടും. ഇത് കോൺഗ്രസ്സിലാണ് കൂടുതൽ, ഇത് മറ്റു പാർട്ടികളിൽ ഇതുപോലെ ഉണ്ട്, പാര വയ്ക്കുന്നവർ പലരും ഉണ്ട്. ഈ
ആറന്മുളയിൽ അബിൻ വർക്കിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടെന്നാണ് രൂക്ഷമായിട്ട് എല്ലായിടത്തും ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ആരെ കാണും, പക്ഷെ കുറഞ്ഞ് അതിൽ ഇടതുപക്ഷത്തിലൊക്കെ വന്ന അവൻ അടി കൊടുത്ത് ഇരുത്തും അവർ. അങ്ങനെ അത് ഇച്ചിരി അല്പം കുറവായിരിക്കും, ഡയറക്റ്റായിട്ട് വരില്ല. എന്നിട്ട് തന്നെ ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇറങ്ങുകയാണ് ആൾ. കാരണം കേരളം അങ്ങനെയായി മാറി, ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലൊരു സെറ്റപ്പിലായി കഴിഞ്ഞ്. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പ്രധാനമായും 2-3 സംശയങ്ങളാണ് വരേണ്ടത്. ഒന്ന്, എങ്ങനെ ശോഭാ സുരേന്ദ്രൻ വരുമ്പം ഒരാൾ കാറുമായിട്ട് റെഡിയായി നിൽക്കുന്നു, ടക്കേന്ന് ഫോളോ ചെയ്ത് അവരെ പോകാൻ പറ്റുന്ന വിധത്തിൽ അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് നമുക്കില്ലല്ലോ. അപ്പോൾ അവിടെ അയാൾക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്, ഈ പോയ ആളിനൊരു ഇൻഫർമേഷൻ ഉണ്ട്. ഒരു ചാൻസ് എന്ന് പറയുന്നത്, അപ്പോൾ സാർ പറയുന്നത് ഒരു ചാൻസ് എന്ന് പറയുന്നത് BJPക്ക് അകത്ത് നിന്ന് തന്നെ ആരോ കരുതിക്കൂട്ടി ശോഭാ സുരേന്ദ്രനെ പെടുത്തി. ഒന്ന്, അവിടുന്ന് ഒരു ഇൻഫർമേഷൻ പോയിട്ടുണ്ട്. ആ ഇൻഫർമേഷൻ എതിരാളിയുടെ പ്രവർത്തകർക്ക് കിട്ടിയിട്ടുണ്ട്. അവർ അവിടെ ഒരു കോൺഗ്രസ്സുകാരൻ നിൽക്കുകയാണ്. ഈ പിന്നെ അമ്മച്ചിയുടെ ഫോട്ടോ കാശ് കിട്ടിയപ്പം അവരുടെ കയ്യിൽ കാശുണ്ടെന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ വേറൊരാൾ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ഉള്ളിടത്ത് കൊണ്ട് പൈസ കൊടുക്കുന്നത് എങ്ങനെയാണ്? പൈസ കൊടുക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പൈസ കൊടുക്കുന്നതുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പലയിടത്തും ആൾ ചെയ്യുന്നത് ഈ രീതിയിലാണ്. അതായത് ഒരു 5-8 പേര് ഒന്നിച്ച് വരും, ആ വീട്ടിലും ഈ വീട്ടിലും മറ്റേ വീട്ടിലും എല്ലാം കയറി സ്ലിപ്പ് കൊടുക്കും. സ്ലിപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളിടത്ത് അതിൻ്റെ കൂടെ അതിനകത്ത് കാശും കാണും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരെ പ്രത്യേകമായിട്ട് എങ്ങനെയാണോ അതിൻ്റെ സജ്ജീകരണം അതനുസരിച്ചാണ് ചെയ്യുന്നത്. ഇത് ഒരു ചാൻസ്. ഇത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു പ്ലോട്ട് നടന്നിട്ടുണ്ട്. അതായത് ചിലപ്പോൾ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കണം എന്ന് വിചാരിക്കുന്നവർ, കാരണം ഇത് നടന്നത് ഈ ക്യാമ്പയിൻ നടന്ന സമയത്തെ സാധ്യത അല്ലെങ്കിൽ ആ സമയത്തെ ഒരു ട്വിസ്റ്റുകൾ ഓരോരുത്തർക്കും അനുകൂലമായിട്ടുള്ള കാറ്റ് വീശുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒടുവിൽ വന്നപ്പോൾ ശോഭാ സുരേന്ദ്രന് വ്യക്തമായ മേൽക്കൈ ഉണ്ട് എന്ന് വളരെ മേൽക്കൈ വന്നു എന്നുള്ളത് ഒരു സന്ദർഭമാണ്. ആ സാഹചര്യത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ശോഭ ജയിച്ചു പോകും എന്ന് മനസ്സിലാക്കിയവരായിരിക്കാമോ ഇങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. പക്ഷേ അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് അവർക്ക് തെറ്റിപ്പോയി എന്നുള്ളതാണ്. കാരണം നിശബ്ദ പ്രചരണത്തിൻ്റെ അന്ന് ഒരു പ്രചണ്ഡ പ്രചരണം നടത്താനായിട്ട് ശോഭാ സുരേന്ദ്രന് ഒരു എഫക്റ്റ് കിട്ടി എന്നുള്ളതാണ്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ അപ്പോൾ സംശയത്തിന് നിലയിലായില്ലേ സാർ? അല്ല, അത് തീർച്ചയായിട്ടും വരും. പക്ഷെ അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ വോട്ട് ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്ന ആൾ മാറും. എതിരാളിക്ക് ഇത് ഗുണമാവും, അവർക്ക് ആവേശം കൂടും, ഇവർക്കെതിരെ നാറ്റിക്കാൻ പറ്റുന്നത് പലതും ചെയ്യും. പക്ഷേ വോട്ട് ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നവരിൽ ആരും അധികം മാറില്ല. ചിലർക്ക് കുറച്ചുകൂടെ വാശി വരും, അയ്യോ അവരെ അങ്ങനെ പിന്നെ പെടുത്താൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ അവർ അബദ്ധം കാണിച്ചതാണെങ്കിൽ പോലും അങ്ങനെ വരാൻ പാടില്ലല്ലോ, അവർ ഇതൊക്കെ നാട്ടു നടപ്പല്ലേ എന്ന് വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇവിടെ സർക്കാരുകൾ പൈസ കൊടുക്കുകയല്ലേ. നിലമ്പൂർ ഇലക്ഷന് മുമ്പ് വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും പറഞ്ഞാൽ എന്താ, 3 ഗഡു പിന്നെ പെൻഷൻ ആൾക്ക് കൊടുത്തത് ഈ സർക്കാർ അത് അവർക്ക് കൈക്കൂലിയാണെന്നല്ലേ പറഞ്ഞു. എന്നിട്ട് പിന്നെ അപ്പോൾ ഞങ്ങൾ കൊടുത്ത പെൻഷനെ കൈക്കൂലിയായിട്ട് ചിത്രീകരിക്കുന്നതുകൊണ്ട് അവർ വേറെ പ്രചരണം LDF നടത്തി. അന്ന് ഞാൻ പറഞ്ഞു UDF തിരിച്ചൊരു പ്രചരണം നടത്തണ്ടേ. കുറേ പെൻഷൻകാരുണ്ടല്ലോ, അവരെ വിളിച്ച് വേറൊരു യോഗം കൂടിയിട്ട് അവിടെ വെച്ചിട്ട് പറയണം, ഞങ്ങൾ പെൻഷന് കൊടുത്തത് കൈക്കൂലി എന്നല്ല പറഞ്ഞ്, പെൻഷൻ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇലക്ഷൻ്റെ തലേദിവസം കൊടുക്കുന്നതാണ് കൈക്കൂലി എന്നാണ് പറഞ്ഞത്. പെൻഷൻ കറക്റ്റ് സമയത്ത് കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറയണ്ടേ. അതെ, അത് പറയാനായിട്ട് അവരും പോവില്ല. ഇതിങ്ങനെയുള്ള കേരളത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലത്തെ വേലകൾ നടക്കുകയല്ലേ. വോട്ടിന് കോഴയല്ലേ ഈ നടക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് നോക്കുമ്പോൾ അല്ലേ, തൊട്ടടുത്ത് ഇനി ഏതാനും ദിവസങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വിവരം കിട്ടുന്നുണ്ട്. എന്ത് വേണോ വാങ്ങിക്കാമെന്നാണ്, കാർഡ് കൊടുക്കുകയാണ്. എന്ത് വേണോ വാങ്ങിക്കാം. ഫ്രിഡ്ജ് വേണോ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനാണോ കുറവ് അത്, മറ്റേ ഗൃഹോപകരണങ്ങളാണോ കുറവ് അത്, ഏത് വേണോ വാങ്ങിക്കാം. ഇനി ഈ കാർഡ് നിങ്ങൾക്ക് വേണ്ടയോ വേറെ തന്നെ വിറ്റിട്ട് ആ പൈസയും വാങ്ങിക്കാം. ഇന്ന് എന്തെല്ലാം പരിപാടികളാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇത് അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. സുപ്രീം കോടതിയിൽ ഇതിനൊരു കേസ് നിൽപ്പുണ്ട്. അതെന്തുകൊണ്ടാണ് സുപ്രീം കോടതി, എനിക്കൊന്ന് ശബരിമല വിഷയത്തിനേക്കാൾ മുമ്പേ എടുക്കേണ്ട കേസ് ഇതായിരുന്നു. എടുത്തിട്ട് അതിനകത്തൊരു ഡയറക്ഷൻ സുപ്രീം കോടതി കൊടുക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് TN ശേഷനാണ് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷണർ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പല പ്രാവശ്യം പോയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അദ്ദേഹമായിരുന്നു ഇലക്ഷൻ കമ്മീഷണർ എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം സുപ്രീം കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ്റേതായ ഒരു പെറ്റീഷൻ കൊടുത്തേനെ. അതായത് ഇത്തരത്തിലുള്ള 3 മാസം മുമ്പെങ്കിലും, ഇലക്ഷൻ ആകാറാകുമ്പോൾ 3 മാസം മുമ്പെങ്കിലും ഒരുവിധ ഫ്രീബീസുകളും അതുവരെ നടപ്പിലാക്കാത്ത സാധനങ്ങൾ കൊടുക്കാൻ സർക്കാരിനെ അനുവദിക്കരുത്. ഒരു സർക്കാരിനെ അനുവദിക്കരുത്. കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും അനുവദിക്കരുത്. ഇത് ഖജനാവിൽ നിന്ന് കൈക്കൂലി കൊടുത്ത് വോട്ട് വാങ്ങുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് ഒരു പെറ്റീഷൻ TN ശേഷൻ ഫയൽ ചെയ്തതിന് അത് സുപ്രീം കോടതി സ്ട്രിക്റ്റായിട്ട് ഡയറക്ഷനും കൊടുത്തതിന്. അത് ഇനിയെങ്കിലും ഉണ്ടാവേണ്ടതാണ്. ഈ കോഴ കൊടുത്ത് വോട്ട് വാങ്ങുന്ന പരിപാടി സർക്കാർ നടത്തിയാലും വ്യക്തി നടത്തിയാലും അത് വലിയ തെറ്റാണ്, അത് പാടില്ല. ഇപ്പോൾ സർക്കാർ തന്നെ ഇങ്ങനെ ചെയ്യുമ്പം ഏത് വോട്ടറാണ് ഇത് കണ്ട് ധാർമ്മിക രോഷം കൊണ്ട് ശോഭാ സുരേന്ദ്രനെതിരെ വോട്ട് ചെയ്യാതിരിക്കുക?
എനിക്ക് തോന്നുന്നത് അവർക്ക് നല്ലൊരു പബ്ലിസിറ്റി കിട്ടി ഇന്നലെ. നിശബ്ദ പ്രചരണത്തിൻ്റെ സമയത്ത് നല്ല ഉഗ്രൻ ഒരു പബ്ലിസിറ്റി കിട്ടി. ഈ പബ്ലിസിറ്റിയിൽ അവർക്ക് കുറച്ചുകൂടെ പിന്നെ ഇലക്ഷന് ഒരു ബൂസ്റ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ പത്രങ്ങളിലെല്ലാം അവരുടെ പടവും എത്ര ലക്ഷം രൂപ മുടക്കണം ഒരു പത്രത്തിലൊരു പടം. ഇതിൽ ശോഭാ സുരേന്ദ്രൻ ചില ചാനലുകൾക്കെതിരെയും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ശോഭാ അവർ അപ്സെറ്റായി എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ചില ചാനലുകൾ ജയിക്കാനായിട്ട് അവരുടെ ബോഡി ലാംഗ്വേജും അങ്ങനെയായിരുന്നു. കാരണം എന്നെ ആരോ പെടുത്തി എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതാണ് അവർ മറ്റേ ആളിനെ വിളിച്ച് ചോദിക്കാൻ കാര്യം അതാണ്, താൻ ആരാണ് എവിടെ നിന്നാണ് എന്നൊക്കെ പറഞ്ഞ് അയാളോട് കരക്കാനുള്ള കാരണം ഇതാണ്, അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ, ഇതൊക്കെയാണ് അവരുദ്ദേശിച്ചിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് വളരെ പ്ലാൻഡ് ആയിരുന്നു. ഇത് ഷൂട്ട് ചെയ്യുന്നത് മാത്രമല്ല ആ സമയത്ത് തന്നെ ഫേസ്ബുക്കിലേക്ക് ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ഇത്രയും ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു സാധനം അവിചാരിതമായിട്ട് വരുന്നു, ഒരാളുടെ കാണുമ്പോൾ ഞാൻ ഉടനെ തന്നെ ഫേസ്ബുക്ക് എടുത്ത് ലൈവ് കൊടുക്കാനാണ് നിൽക്കുക. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ നോക്കും. ഷൂട്ട് ചെയ്യുക മാത്രമല്ല, ഷൂട്ട് ചെയ്യുന്നു, അത് ലൈവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ ആസൂത്രിതമായിട്ട് അവരെ പെടുത്തിയതാണ്. ഇത് പാലക്കാട് പല പ്രാവശ്യം നടന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ മുമ്പൊരിക്കൽ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നീലപ്പെട്ടി കാശുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് വരുന്നു, റെയ്ഡ് ചെയ്യുന്നു, ബഹളമാകുന്നു, വെട്ടിയില്ല, ആളുമില്ല, ഒന്നുമില്ല. അത് പോലീസിനെയും കളിപ്പിച്ചു, പിന്നെ LDF-കാരെയും കളിപ്പിച്ചു. ഇതൊക്കെ ഓരോ ഇൻഫർമേഷൻ ഓരോരുത്തർ ഇട്ട് കൊടുക്കുന്നതാണ്. ഇതിനൊക്കെ മിടുക്കന്മാരായവർ പാലക്കാടുണ്ട് കോൺഗ്രസിനകത്ത് തന്നെ. ഈ സ്ഥാനങ്ങൾ ഇങ്ങനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പലരും ഇത്തരത്തിൽ കളി കളിക്കാറുണ്ട്. അവരത് പ്ലാൻ ചെയ്തൊരു സംഭവമാണ് എന്നൊരു സംശയമുണ്ട് അല്ലേ? ഇത് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട്, ഇത് പ്ലാൻ ചെയ്ത സംഭവമാണ്. പിന്നെ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവില്ല, കാരണം അവരിതരില്ലേ. മാർക്സിസ്റ്റുകാർക്ക് മനസ്സിലാവില്ല, കാരണം അവരിതരില്ലേ. അവരിതിനെ സമർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ ചാനലുകൾക്കും ഇതറിയാം. ഞാൻ ചോദിക്കട്ടെ, ബേപ്പൂരിൽ ഇതുപോലെ കാശ് കൊടുത്തത് പറഞ്ഞില്ലേ? ബേപ്പൂരിലൊരു കടയിൽ കൊണ്ട് ഇട്ട് കൊടുത്തെന്ന് അയാൾ പറയുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. UDF-ൻ്റെ സ്ഥാനാർത്ഥി കടയിൽ കൊണ്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന പ്രശ്നമേ ഉണ്ടാവില്ല. കാശ് കൊടുക്കുന്നവനോട് ആദ്യം നേരിട്ട് ചോദിക്കും, ചേട്ടാ കാശ് തന്നാൽ ഞാൻ വോട്ട് ചെയ്യൂ, ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യൂ, സത്യം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാശ് പോക്കറ്റിൽ പതുക്കെ തിരികെ കൊടുക്കുന്നത്. അല്ലാതെ കാശ് വേണ്ട എന്ന് പറയുമ്പം അവൻ്റെ കടയിൽ കൊണ്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അവൻ എടുത്ത് കാണിക്കുക, താ കണ്ടോ പൈസ UDF-കാരിട്ട് തന്നതാണെന്ന് പറയും. ഇതെല്ലാം വെറും പ്ലോട്ടുകളാണ്. ഇതൊക്കെ ഈ നാടകങ്ങളൊക്കെ ഒരുതപ്പെട്ട ജനത്തിന്, പിന്നെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങാത്ത കുറേ പച്ച പാവങ്ങളുണ്ട്, അവർ ചിലപ്പോൾ ഇത് വിശ്വസിച്ചിരിക്കും. വിശ്വസിച്ചാലും ഇത് ഈ നാടിൻ്റെ രീതി ഇങ്ങനെയൊക്കെയാണെന്ന് ആളുകൾക്കറിയാം. നമ്മളൊരു ഈയിടെ ഒരു സർവേ നടന്നു കഴിഞ്ഞാൽ, ഈയിടെ നല്ല എപ്പോഴും നടക്കുന്ന സർവേകളിലൊക്കെ മനസ്സിലാക്കുന്നതാണ്, ഒരു 3.54% ലാസ്റ്റ് മിനിറ്റിൽ വോട്ട് ചെയ്യാൻ പോകുന്നവർ. അവരൊഴിച്ച് ബാക്കി മുഴുവൻ പേരും നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡിസൈഡ് ചെയ്ത വോട്ടേഴ്സ് അങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ താമരയ്ക്ക് കുത്തുമെന്ന് നിശ്ചയിച്ചിട്ടുള്ളതും താമരയ്ക്ക് കുത്തുള്ളൂ. പിന്നെ താമരയ്ക്ക് കുത്തണമെന്ന് വിചാരിച്ച് ഇനി പോകണോ വേണ്ടിയോ എന്ന് വിചാരിക്കണമെന്ന് ചിലപ്പോൾ ഇതിൽ ശോഭാ സുരേന്ദ്രന് പോയി വോട്ട് ചെയ്യുന്നിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ 4000 രൂപയുടെ കേസിൽ ഒരു 10,000 വോട്ട് അവർക്ക് കൂടുതൽ കിട്ടും. നിങ്ങൾ നോക്കിയോ, 50,000 വോട്ട് ആണ് BJP-ക്ക് അവിടെ കിട്ടിയ ഏറ്റവും വലിയ വോട്ട്. അത് മെട്രോമാൻ മത്സരിച്ചപ്പോൾ 50,000-ന് പുറത്ത് 5,000 കിട്ടിയാലും 10,000 കിട്ടിയാലും ഈ വിവാദത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഇതാണ് പാലക്കാട് നടന്ന വോട്ടിന് കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് വേണുഗോപാൽ MS പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിലെ ഒട്ടേറെ തിരഞ്ഞെടുപ്പുകൾ നിരീക്ഷിച്ചപ്പോൾ ഇതിനു മുൻപ് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. അത് പുത്തരിയൊന്നുമല്ല, എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. അത് ഒളിഞ്ഞാണ് ചെയ്യുന്നത്, തെളിഞ്ഞും ചെയ്യുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ തന്നെ. അതൊന്നും തന്നെ പുറത്തു വരാറില്ല. അത് പണം മാത്രമല്ല, മദ്യവും കൊടുക്കാറുണ്ട്, പലതരത്തിലുള്ള ഫേവേഴ്സ് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം എന്നും അദ്ദേഹം പറയുകയാണ്. എന്തായാലും ശോഭാ സുരേന്ദ്രനെ പോലെ പരിചയസമ്പന്നയായ ഒരു പൊളിറ്റീഷ്യൻ പകൽ വെളിച്ചത്തിൽ ഇത്രയേറെ ആർക്ക് വേണമെങ്കിലും കണ്ടാൽ മനസ്സിലാകുന്ന വിധത്തിൽ വോട്ടിന് വേണ്ടി പണം കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യം സാധാരണക്കാർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരം, അത്രത്തോളം മണ്ടത്തരം കാണിക്കുന്ന ആളായിരിക്കുമോ ഇത്രയേറെ തിരഞ്ഞെടുപ്പുകൾ കണ്ടസ്റ്റ് ചെയ്ത ശോഭാ സുരേന്ദ്രൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 2, ഇതെല്ലാം തന്നെ പ്ലാൻ ചെയ്ത് അതിനൊപ്പം വന്ന് അത് ഷൂട്ട് ചെയ്യുന്നു, അത് എയർ ചെയ്യുന്നു അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു സംഭവം അവിടെ നടക്കാൻ കരുതിയിരുന്നത് പോലെ, കെണി വെച്ചതുപോലെ അവർ കരുക്കൾ നീക്കി എന്നുള്ളതാണ് ചിലരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഇത്രയേറെ ആഴത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളം എന്നുള്ളതും മറ്റൊരു വസ്തുത. എന്തായിരിക്കും അവരുടെ മനസ്സിൽ ഈ സംഭവം കണ്ടതിന് ശേഷം ഉരുത്തിരിയുന്ന തീരുമാനം എന്നുള്ളത് അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഏതായാലും കാത്തിരുന്ന് കാണാം ഏത് തരത്തിൽ ഇത് ശോഭാ സുരേന്ദ്രനെ സ്വാധീനിക്കും. ഒപ്പം തന്നെ പറയുകയാണ്, കേരളത്തിൽ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ഭൂഷണമല്ല നമ്മുടെ ജനാധിപത്യത്തിന്. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.